ഇറാനും യു എസും കൊമ്പുകോർക്കുന്നു. ട്രംപ് അധികാരത്തിലെത്തിയതോടെയാണ് ഭിന്നത വർദ്ധിച്ചത്. ഇറാനും റഷ്യയുമായും സമാധാനത്തോടെ പോകുമെന്നായിരുന്നു ട്രംപിൻ്റെ തുടക്കത്തിലെ പ്രഖ്യാപനം. പാരമ്പര്യ വൈരികളായ ഈ രാജ്യങ്ങളുമായി അടുക്കുന്നു എന്ന സൂചനകളും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. റഷ്യ ട്രംപിൻ്റെ പുറകെ പോയില്ല. ഇപ്പോൾ ഇറാനും ട്രംപിനെ കൈവിട്ടിരിക്കുന്നു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളാണ് യു എസിൻ്റെ ലക്ഷ്യം. ആണവായുധം സ്വന്തമാക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുക, അതിനായി ചർച്ച നടത്തണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഏകപക്ഷീയ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകാനാവില്ലെന്നാണ് ഇറാൻ്റെ പ്രഖ്യാപനം. അതായത് മുമ്പ് സംഭവിച്ച വീഴ്ചകളിൽ നിന്ന് ഇറാൻ പാഠം പഠിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇക്കുറി ചതിയിൽ വീഴില്ലെന്ന തീരുമാനത്തിലാണ് ഇറാൻ എന്ന് തോന്നുന്നു. ഇറാനെതിരെ യുദ്ധപ്രഖ്യാപനവുമായാണ് യു എസ് മുന്നോട്ട് പോകുന്നത്. ട്രംപ് അധികാരമേറ്റ ശേഷം യമനിലെ ഹൂതികളെ ലക്ഷ്യമിട്ട് യു എസ് ആക്രമണം നടത്തി. ഹൂതികളെ പിന്തുണയ്ക്കുന്നത് ഇറാനാണ്. പരോക്ഷമായി ഇറാനെതിരെയാണ് യു എസ് ആക്രമണം നടത്തിയത്. യു എസിൻ്റെ യമൻ ആക്രമണത്തിന് പിന്നാലെ ചെങ്കടലിലും ഇസ്രായേലിലും അതിശക്തമായ തിരിച്ചടിയാണ് ഹൂതികൾ നൽകുന്നത്. ഇറാനുമായി യുദ്ധമുണ്ടായാൽ അത് യു എസിന് വലിയ തിരിച്ചടിയാകുമെന്നാണ് മുന്നറിയിപ്പ്. യു എസിലെ സാംസ്കാരിക കൂട്ടായ്മയായ അമേരിക്കൻ ഓയിസാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാനുമായുള്ള യുദ്ധം അത്യന്തം അപകടകരമാണെന്നും സംഘർഷം ഉടനടി നിർത്തണമെന്നും അമേരിക്കൻ ഓയിസ് ആവശ്യപ്പെടുന്നുണ്ട്. ഇറാനെതിരായ സൈനിക നടപടി പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തും. മാത്രമല്ല യുദ്ധം യു എസിൻ്റെ വിഭവങ്ങൾ ചോർത്തുകയും ചെയ്യും. യു എസിൻ്റെ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് പകരം വിദേശകാര്യങ്ങൾക്ക് മുൻഗണന നൽകേണ്ടി വരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാനുമായുള്ള യുദ്ധം ജയിക്കാൻ യു എസിന് കഴിയില്ല. മാത്രമല്ല യുദ്ധം അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. സംയമനം പാലിക്കാനാണ് യു എസിലെ പ്രമുഖർ ട്രംപിനോട് ആവശ്യപ്പെടുന്നത്. ഇറാൻ്റെ വ്യോമാതിർത്തി ലംഘിച്ച യു എസ് നിരീക്ഷണ ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ സംഘർഷം ഇല്ലാതാക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ച പത്രപ്രവർത്തകനായ ടക്കർ കാൾസൺ ഇറാനെതിരെയുള്ള നീക്കത്തിനെതിരെ രംഗത്തു വന്നു. സോഷ്യൽ മീഡിയയിലൂടെയാണ് തൻ്റെ അഭിപ്രായ ഭിന്നത കാൾസൺ വ്യക്തമാക്കിയത്. ഇറാനെതിരെയുള്ള സൈനിക ആക്രമണത്തിൽ നിന്ന് യു എസ് വിട്ടുനിൽക്കണം. യുദ്ധമുണ്ടായാൽ ആയിരക്കണക്കിന് അമേരിക്കക്കാർ മരിക്കും. യുദ്ധത്തിൽ യു എസ് തോൽക്കുമെന്നും കാൾസൺ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ അത് യു എസിന് വിനാശം വിതയ്ക്കുമെന്നാണ് കാൾസൻ്റെ അഭിപ്രായം. ഇത് ആത്മഹത്യാപരമാണ്. ഇറാനുമായി സംഘർഷത്തിന് വാദിക്കുന്നവർ അമേരിക്കയുടെ സുഹൃത്തല്ല, മറിച്ച് ശത്രുവാണ്, കാൾസൺ കുറിച്ചു. മെഡിയ ബെഞ്ചമിനെ പോലുള്ള പുരോഗമനവാദികളും യുദ്ധത്തിനെ ശക്തമായി എതിർക്കുന്നു. ഇറാനുമായുള്ള യുദ്ധം അമേരിക്കൻ ജനതയ്ക്കല്ല, നെതന്യാഹുവിൻ്റെ സർക്കാരിനാവും ഗുണം ചെയ്യുക എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. രാഷ്ട്രീയ പ്രവർത്തകനായ സ്റ്റാൾട്ട് റോൺ പോൾ സംഘർഷം രൂക്ഷമാകുന്നതിനെതിരെ രംഗത്തു വന്നു. യമനെതിരായ യുദ്ധം കാര്യങ്ങൾ വഷളാക്കിയെന്നാണ് സ്റ്റാർ റോൺ പോൾ ആരോപിക്കുന്നത്.